ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 30-ാമത് വാക്യം: നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ഷണ്ട ഇടരുത് എന്നുള്ള വചനമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ദോഷം ചെയ്യാത്ത, നമ്മെ ഉപദ്രവിക്കാത്ത, നമ്മോട് വഴക്കുണ്ടാക്കാത്ത ഒരു വ്യക്തിയോട് നാം വഴക്കുണ്ടാക്കുവാൻ പോകരുത്. അത് നമുക്ക് നന്മയാകുകയില്ല, അത് തിന്മയ്ക്ക് കാരണമാകും എന്നുള്ള ഒരു ചിന്ത ഇവിടെ നമുക്ക് നൽകപ്പെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഇബ്താഗ് എന്ന് പറയുന്നതായ മനുഷ്യനോട് അകാരണമായിട്ട് സഹോദരന്മാർ ഷണ്ടയിടുവാൻ, വഴക്കുണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ പ്രതിയാക്കുകയും തന്നെ അപമാനിക്കുകയും അർഹമായത് തനിക്ക് കൊടുക്കാതെ തന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമ്പോൾ പ്രത്യുത്തരങ്ങളൊന്നും പറയാതെ വീട് വിട്ട് നടന്നു നീങ്ങുന്ന ഇബ്താഗിന് സഹോദരന്മാർ തന്നോട് കയർത്തതുകൊണ്ട്, നിന്ദിച്ചതുകൊണ്ട്, അപമാനിച്ചതുകൊണ്ട് അവിടെ തുടരുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിത്തിരിക്കുമ്പോൾ എവിടേക്ക് പോകണമെന്ന് തനിക്കറിയില്ലായിരുന്നു. തൻ്റെ സഹോദരന്മാർ അകാരണമായി തന്നോട് വഴക്കുണ്ടാക്കുക കൊണ്ട് വീട് വിട്ട് എവിടേക്കോ നടന്നു നീങ്ങുന്ന ഇബ്താഗിൻ്റെ ജീവിതത്തിൽ നിരപരാധിത്വത്തിൻ്റെ ആഴത്തിൽ നിന്ന്, സത്യസന്ധതയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിനും അത് സഹോദരന്മാർക്ക് പിന്നത്തേതിൽ വേദനകൾക്കും സങ്കടങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന് 11-ാം അധ്യായം വായിക്കുമ്പോൾ ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. സഹോദരന്മാരുടെ ജീവിതത്തിനകത്ത് നേരിട്ടതായി ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പാൻ കഴിയാതെ വന്നപ്പോൾ ഇന്നലകളിൽ ഒരു ദോഷവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഇബ്താഗിനെ അപമാനിക്കുകയും നിന്ദിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിലും തന്നെ തേടി തൻ്റെ സമീപത്തേക്ക് കടന്നു പോവുകയും തന്നെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു എന്നുള്ളതാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നമ്മെ ഉപദ്രവിക്കാത്ത, നമ്മെ നിന്ദിക്കാത്ത, നമുക്ക് ദോഷം ചെയ്യാത്ത, നമ്മോട് ദോഷമായി ഒന്നും പ്രവർത്തിക്കാത്ത നിരപരാധികളായിരിക്കുന്ന ആളുകളെ നാം വെറുതെ ഉപദ്രവിക്കാനായി പോകരുതെന്നും, അങ്ങനെ നാം അവരെ ഉപദ്രവിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, അവർക്ക് അർഹമായത് കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയം നൊമ്പരപ്പെട്ടിട്ട് അത് പിന്നത്തേതിൽ നമുക്ക് ദോഷ കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെറുതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി തിരികെയല്ല, വെറുതെ മറ്റുള്ളവരോട് ഷണ്ടയിടുന്നവരായി തിരികെയല്ല, ദോഷം ചെയ്യാത്തവന് ദോഷം ചെയ്യുന്നവരായിട്ടല്ല, നീതിയോടും നിർമ്മലതയോടും നമ്മുടെ ജീവിതം നയിപ്പാനും ദൈവാനുഗ്രഹം അനുഭവിപ്പാനും നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ദോഷം ചെയ്യാത്തവനെ ഉപദ്രവിക്കുന്നവരായി തീരാതെ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെയും സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ സ്നേഹിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.